നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ആഗ്രഹങ്ങളില്ലാത്തവരായി ആരുമില്ല. എല്ലാവർക്കും വളരെ ചെറിയ ആഗ്രഹമെങ്കിലും കാണാതിരിക്കില്ല. അത് നടക്കാനായി കഠിനമായി പരിശ്രമിക്കുന്നവരുമുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോൾ എങ്ങനെ നടക്കുമെന്ന് തൊടുകുറി ശാസ്ത്രപ്രകാരം അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്ന് അതിനായി ഇവിടെ 2 കുറികളാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 2 ചിത്രങ്ങളാണ് അതിനുവേണ്ടി സ്ക്രീനിൽ നൽകിയിട്ടുള്ളത്. ആദ്യത്തെ ചിത്രത്തിൽ, അതായത് ഒന്നാമത്തെ ചിത്രത്തിൽ രുദ്രാക്ഷവും രണ്ടാമത്തെ ചിത്രത്തിൽ ശിവലിംഗവുമാണ് നൽകിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു. ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ. അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര നാൾക്കുള്ളിൽ നടന്നു കിട്ടും എന്ന് നോക്കാം. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയത് കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങളുടെ ഇഷ്ടദൈവിക ശക്തിയെ ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിക്കുക. അതിനുശേഷം കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ള ആ ആഗ്രഹം കൂടി മനസ്സിൽ വിചാരിക്കുക. ഇതിൽ രുദ്രാക്ഷം തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് ആദ്യം പറയുന്നത്. അപ്പോൾ റീഡിംഗ് എന്താണെന്ന് നോക്കാം. വളരെയധികം സ്വപ്നം കാണുന്ന വ്യക്തിയാണ് ഈ കൂട്ടർ. അതായത് മനസ്സിൽ ആഗ്രഹിച്ച കാര്യത്തെക്കുറിച്ച് നിരന്തരമായി മനസ്സിൽ സ്വപ്നം കാണാൻ വളരെ ഇഷ്ടമുള്ള വിഭാഗക്കാരാണ്. അതിനായി നല്ല അവസരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി കഠിനമായി എന്തു പ്രശ്നങ്ങൾ അതിജീവിച്ചും ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ഇവരെ കൊണ്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹം നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനായി നിങ്ങൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല. മാത്രമല്ല, നിങ്ങൾ ഉറച്ച ഒരു ഈശ്വര വിശ്വാസിയാണ്. അതുപോലെ തന്നെ ഒരു ശിവഭക്തനുമാണ്. നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും നിങ്ങളത് ഭഗവാന് മുൻപിൽ സമർപ്പിക്കാറുണ്ട്. ഈ കൂട്ടരുടെ ഒരു പ്രത്യേക സ്വഭാവം എന്തെന്നാൽ വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടായാൽ അതെല്ലാം വളരെയധികം ആഘോഷമാക്കാറുണ്ട്. സമ്പാദ്യമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്രോതസ്സ് എവിടെ നിന്നാണോ അല്ലെങ്കിൽ ആ ഒരു സമ്പാദ്യത്തെ പറ്റി മറ്റാരും അറിയുന്നത് ഇവർക്കിഷ്ടമല്ല. വളരെ സമ്പാദ്യശീലം ഉള്ളവരാണ് ഈ കൂട്ടർ. അതെല്ലാം വളരെ രഹസ്യമായി വയ്ക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്ക് ഒരു സഹായിയാണ് എപ്പോഴും. പക്ഷേ തൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ ആരെയും അനുവദിക്കാറില്ല. കൃത്യമായ ഒരു ലക്ഷ്യബോധമുള്ള വ്യക്തിയാണ്. ഇവർക്ക് ശത്രുക്കളൊക്കെ വളരെ കുറവായിരിക്കും. തമാശകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ആൾക്കൂട്ടത്തിൽ ഒരുമിച്ചിരുന്ന് തമാശകളൊക്കെ പറഞ്ഞ് അതിലൊരു ആനന്ദം കണ്ടെത്താൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. പങ്കാളിയുമായി വളരെ സ്നേഹത്തോടെ പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പങ്കാളിയുമായി എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുന്നതിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഭാവിയിൽ കരുതി വയ്ക്കണം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. മാത്രമല്ല, ഇവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിനനുസരിച്ചുള്ളതാണ്. കൊക്കിലൊതുങ്ങുന്നത് മാത്രം ആഗ്രഹിക്കുന്നവരാണ് ഈ കൂട്ടർ. പിന്നീട് അതുമൂലം ഒരു ബാധ്യത ഉണ്ടാക്കാൻ ഇവർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതുമൂലം മനസ്സമാധാനം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കാറില്ല ഈ കൂട്ടർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മുടങ്ങിക്കിടക്കുന്ന പണം അത് ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് ലഭിക്കാനുള്ളതാണെങ്കിൽ അത് ഈ അടുത്ത് ലഭിക്കും എന്നൊരു സൂചനയാണ് ഈ കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ പറ്റി പറയാനുള്ളത്. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രത്തിലെ ശിവലിംഗമാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്.
അപ്പോൾ നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം. ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തത്. തീർച്ചയായും ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് തടസ്സങ്ങൾ നേരിട്ട ശേഷം നടന്നു കിട്ടുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ സൂചന വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഒരു പ്രത്യേകത, നിങ്ങൾ വളരെ മനസ്സ് തുറന്ന് എല്ലാവരോടും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ രഹസ്യമാക്കി വയ്ക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ പോലും അറിയാതെ പറഞ്ഞു പോകുന്നു. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ തിരിച്ചടികൾ നേരിട്ടേക്കാം. അതായത് നിങ്ങൾക്ക് ഒരാഗ്രഹം സാധിക്കുന്നതിന് എന്തെങ്കിലും പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടായാൽ അത് നിങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുന്ന ഒരു ശീലമുണ്ട്. മറ്റുള്ളവരെയും അറിയിക്കുന്ന ഒരു ശീലമാണ്. പക്ഷേ നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരാണെങ്കിൽ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ തടസ്സമുണ്ടാക്കും എന്ന് തന്നെയാണ് ഇവിടെ സൂചന കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ രഹസ്യമായി വയ്ക്കേണ്ട കാര്യങ്ങൾ രഹസ്യമാക്കി തന്നെ വയ്ക്കുക. അത് നടന്നു കഴിഞ്ഞ് മറ്റുള്ളവരെ അറിയിക്കുക. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന മറ്റൊരു ശുഭസൂചന എന്തെന്നാൽ, മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കാൻ സാധ്യത ഈ അടുത്ത് തന്നെ കാണുന്നുണ്ട്. അതുപോലെ വസ്തു വിൽക്കാനോ വാങ്ങുവാനോ ഉദ്ദേശിക്കുന്നവർക്ക് ഇനി നല്ല നല്ല അവസരങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ, നിങ്ങൾ വളരെ നിഷ്കളങ്കരാണ് എന്നതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. കുടുംബത്തെയൊക്കെ വളരെ കരുതലോടെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് വളരെ താമസം നേരിട്ടതിന് ശേഷമേ നടന്നു കിട്ടാറുള്ളൂ. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ അതിനെല്ലാമുള്ള വഴി നിങ്ങൾക്ക് ഉടൻ തുറന്നു നൽകുന്നതാണ്. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഓം നമഃ ശിവായ നിത്യവും ജപിക്കുക. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ, ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറി നടന്നു കിട്ടുമെന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടിയത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിവേഗം നടത്തിത്തരാനുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ട്. പ്രാർത്ഥനയ്ക്കൊപ്പം കഠിന പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ ഏത് കാര്യവും നിഷ്പ്രയാസം നേടാൻ സാധിക്കും. നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ തന്നെ അത് നടന്നു കിട്ടിയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.